സോ ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആയിരിക്കും. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാ അനാലിസിസ് ഒക്കെ ലേണിംഗ് പർപ്പസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡിങ് പർപ്പസ് മാത്രമേ ഉള്ളൂ ഇവിടെ ചാർട്ട് അനാലിസിസ് ചെയ്യാറ്. ഓക്കെ, സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. സോ ഇനി നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. യെസ്, നിഫ്റ്റിയുടെ ചാർട്ട്. ഓക്കെ, ഇന്നലെ ഞാൻ ഇത്രയ്ക്ക് ലെവൽസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത ലെവൽസാണ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത്രയൊക്കെ നമ്മൾ ഫസ്റ്റ് ഇന്നലെ എന്തായിരുന്നു ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തത്? ഫസ്റ്റ് താഴത്തെ ഈ ലെവലാണ് എക്സ്പെക്ട് ചെയ്തത്. ഗ്യാപ്പ് ഡൗൺ ആയി. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 22,240 വന്നിട്ട് ഇവിടുന്ന് കയറുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. ബട്ട് ഗ്യാപ്പ് ഡൗൺ ആയി. ഗ്യാപ്പ് ഡൗൺ ആയിട്ട് പിന്നെ സപ്പോർട്ട് എടുത്തത് എക്സാക്ട്ലി നമ്മുടെ ആ ഒരു ലെവൽ 21,960 മോർണിംഗ് തന്നെ കണ്ടോ. മോർണിംഗ് തന്നെ എക്സാക്ട്ലി നമ്മുടെ ആ ഒരു ഏരിയയിൽ വന്നു. ആൻഡ് ദെൻ വീണ്ടും അവിടെ നിന്ന് ബൗൺസ് എടുത്തു. കറക്റ്റ്ലി മുകളിലാണ് ക്ലോസിങ് ആയി കിടക്കാൻ. ഓക്കെ, സോ ഇനി ഫെർദർ എന്താണ് ഇനി നമുക്ക് പറയാനുള്ളത്? നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു 1 hour നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ട താഴെ ഇവിടെ വന്നു, ലിക്വിഡ് സ്വീപ്പ് ചെയ്തു, എന്നാണ് മുകളിലേക്ക് പോയേക്കുന്നത്. പ്രൈസ് കാൻഡിൽ മറ്റേ ക്ലോസിങ് ആയിരിക്കുന്ന ഗ്രീൻ ആൻഡ് ഹെൽത്തി ഗ്രീൻ കാൻഡിലാണ്. സോ എവിടെയും ഒരു ബുൾസ് ഇൻട്രസ്റ്റഡ് ആവാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് വൺ തിങ് അഗെയിൻ നമുക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ 5 മൂവ്സ് നമ്മൾ കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, സോ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഇവിടെയും ഒരു ഫോം ആയി കിടക്കുന്നു എന്ന് പറയാം. ഓക്കെ, എൻഡിങ് ഡയഗണൽ പാറ്റേൺ നമ്മുടെ ഓൾമോസ്റ്റ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബ്രേക്ക്ഔട്ട് കൂടി ആയി കിടക്കുക. യെസ്, ഇതാണ് നമ്മുടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ. ഓക്കെ, കണ്ടോ പ്രൈസ് അവരെന്ത് ചെയ്തു? ഇതിൻ്റെ പ്രൈസ് ഈ ഒരു ഡയഗണലിൻ്റെ പുറത്തേക്ക് വന്നിട്ട് ദെൻ പ്രൈസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹോൾഡ് ചെയ്യുന്നു. ഇനി ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ. ദാറ്റ് മീൻസ് ബുള്ളിഷ് സൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഒന്നുമില്ല. ബിഗർ ടൈം ഫ്രെയിമിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആ 2 ലെവൽ ഓൾറെഡി ഉണ്ടല്ലോ. അത് ഈ ഒരു ലെവൽ 21,175 ആൻഡ് താഴത്തെ സപ്പോർട്ട് 21,960. ഇനി എന്താണ് നെക്സ്റ്റ് എന്താണെന്നാണ് നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ വരുവാണെങ്കിലുണ്ടല്ലോ. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് 1 ആയി, സെക്കൻഡ് ആൻഡ് തേർഡിലേക്ക് എൻ്റർ ആയിട്ടില്ല. ഓക്കെ, തേർഡ് എപ്പോഴാണ് എൻ്റർ ആവുന്നത്? ഇതിൻ്റെ ഹൈഡ് അവിടെ നിന്ന് കറക്റ്റ് റിജക്ഷൻ എടുത്തു. ഇന്ന് കണ്ട ഇത് 1 ആണല്ലോ. നമ്മുടെ ഇത് ഫുള്ള് 1 ആണ്. ഓക്കെ, 1 വേവ് ആയി സ്മോൾ ടൈം ഫ്രെയിമിൽ, സെക്കൻഡ് ഫോൾ ആൻഡ് ദെൻ തേർഡിലേക്ക് ഇപ്പോൾ എൻ്റർ ആയിട്ടില്ല. കറക്റ്റ് അവിടെ തന്നെ കണ്ടോ. ഈ 2 ബേസ് 2ൻ്റെ ഹൈ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ അവിടെ നിന്ന് തന്നെ റിജക്ഷൻ എടുത്തു. ഇതിൻ്റെ ഈ ഹൈഡ് അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ എന്തായിരിക്കും? തേർഡിലേക്ക് എൻറ്റർഡ് ആയി എന്ന് പറയാം. സ്മോൾ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിൽ ഇതുവരെ ആയിട്ടില്ല. കൗണ്ട് ശ്രദ്ധിക്കണം. 15 മിനിറ്റ്സിൽ സ്റ്റിൽ പ്രൈസ് ബിയറിഷ് ആണ്. കാരണം എന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ കണ്ടോ ലോവർ ലോ മാത്രം പോകും. ഇത് കണ്ടോ, ഇത് ഈ ഹൈ ലോ ആൻഡ് ലോ ഇതുവരെ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. ക്യാരക്ടർ ചേഞ്ച് ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, സോ കൗണ്ട് ചെയ്യാനുള്ളത് ആകെയാണെങ്കിൽ 15 മിനിറ്റ്സിൽ സ്റ്റിൽ ബിയറിഷ് ആണ്. ആൻഡ് സ്മോൾ ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നുള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് ഉണ്ട്. നാളെ പ്രൈസ് ഇതിൻ്റെ അബവ് പോയാൽ, ഈ ഒരു ഹൈ 22,100 അബവ് പോയാൽ, സോ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ഇത് നോക്കാം. എങ്ങനെ നെക്സ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കും? ഓക്കെ, സോ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് 127%, 100% മൂവ്സിലാണ് ഡിപ്പെൻഡ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ 61.80, 22,120 ആൻഡ് 22,150 സ്മോൾ റെസിസ്റ്റൻസ്. ഓക്കെ, സ്മോൾ മേജർ വരുന്നത് 22,150 ആയിരിക്കും. ഐ തിങ്ക് ഇവിടെ ഒരു ഹേർഡിലുണ്ട്. സോ 120 ആൻഡ് 150 ആണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഹൈ ബ്രേക്ക് ചെയ്യാണ്. ഏതാ ഈ ഒരു ഹൈ 22,100 ബ്രേക്ക് ചെയ്യും. ബൈ സ്ലോ മൂവ് ആയിരിക്കും. ഷാർപ്പ് മൂവ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. റിജക്ഷൻ ഇവിടെ നിന്ന് കിട്ടും. 22,175 ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മുടെ താഴത്തെ സപ്പോർട്ട്. ഈ ഒരു ലെവലിൻ്റെ സപ്പോർട്ട്. സോ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക? ഫോൾ ഇനി ഫർദർ വരുവാണെങ്കിൽ ഇവിടുന്ന് ഈ സ്മോളസ്റ്റ് ലെഗ്. ഓക്കെ, ഇതുണ്ട്. സോ എവിടെ വരെ 81.20%, ദാറ്റ് മീൻസ് 21,990 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. വന്നാൽ അത് ഹോൾഡ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പ്രൈസ് ഇൻ കേസ് ഇവിടെ വന്നാൽ ഇതിൻ്റെ ബില്ല് പോയാൽ വീണ്ടും ബിയറിഷിലേക്ക് പോയി. ഓക്കെ, പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്യും, ഇന്നത്തെ ലോ, ആൻഡ് ദെൻ ഫർദർ താഴേക്ക് ഡൗൺ സൈഡിൽ ഉണ്ടാവും. ഓക്കെ, സോ പ്രൈസ് താഴേക്ക് വന്നാൽ 990 ഹോൾഡ് ചെയ്യണം. 21,990 ഹോൾഡ് ചെയ്യേണ്ടതാണ് മെയിനായിട്ട്. സ്മോൾ സ്ട്രക്ചറിലേക്കാണ്. സ്മോൾ സ്ട്രക്ചർ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കൗണ്ടിങ് ശരിയാവുന്നില്ല. 15 മിനിറ്റ്സിൽ ലോവർ ലോ ആണ്, വീക്ക്നെസ് ആണോ ഒന്നും ഇല്ല. ABC സ്ട്രക്ചർ മീൻസ് ഈവൻ 15 മിനിറ്റ്സിൽ നമുക്കൊന്നും റീഡ് ചെയ്യാനില്ല. ബിയറിഷ് ആണ്. അതാണ് മുകളിൽ നിന്ന് തന്നെ നോക്കിക്കോ. കണ്ടോ, ലോവർ ലോ പ്രൈസ് ആക്ഷൻ ബീജിനുള്ള നോക്കുകയാണെങ്കിൽ ലോവർ മാത്രമേ ഫോം ചെയ്യുള്ളൂ.
ബട്ട് നമ്മൾ ബിഗർ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് പ്രൈസ് ഒത്തിരി ഓവർ സോൾഡായി. സോ എവിടെയും ഒരു സപ്പോർട്ട് എടുത്ത് കയറാനുള്ള ഒരു ചാൻസ് ആയി വരുന്നു. ഇത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, ഒരു ഒത്തിരി നാളായിട്ട് എൻ്റെ ട്രാക്ക് ചെയ്യുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ പ്രൈസിൻ്റെ ഒരു 1 2 3 5 ബിഗർ ടൈം ഫ്രെയിമിൽ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സോ അതിൻ്റെ കയ്യാറായിട്ടുണ്ട്. അപ്കമിങ് ടൈമിൽ നമുക്ക് നല്ല ഒരു മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ 15 minutes 30 minutes 1 hour ദെൻ നല്ല ഒരു കൗണ്ടിങ് നമുക്ക് കിട്ടും. 5 minutes ടൈം ഫ്രെയിം പ്രോപ്പറായിട്ട് നിങ്ങൾ കൗണ്ടിങ് ആ 1 2 3 5 വേവ്സ് ഈസിലി നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. മറക്കരുത്. അതുകൊണ്ടാണ് ആ കൗണ്ടിങ്ങിൻ്റെ ആ വീഡിയോ ഞാൻ ലേണിംഗ് എൻ്റെ നമ്മുടെ പ്ലേലിസ്റ്റിൽ ലേണിംഗ് വീഡിയോസിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. പ്ലസ് 3 ഇലിയറ്റ് വേവിൻ്റെ വീഡിയോസ് ഉണ്ട്. അത് മസ്റ്റായിട്ട് കാണണം. ലേൺ ചെയ്യുക. അത് പ്രോപ്പർലി ലേൺ ചെയ്താൽ പിന്നെ അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ ലൈവ് മാർക്കിൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങാം. സോ 5 minutesലും ഇവൻ കിട്ടും. 5 minutes കിട്ടുവാണെങ്കിൽ 5 minutes ടാർഗറ്റ് നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും. മനസ്സിലായോ? അത് ശ്രദ്ധിക്കുക. ഇനി അപ്കമിങ് ടൈമിൽ ഇത് മാറാൻ പോകും. എത്ര നാൾ ഇത് നടക്കും? കുറച്ചുകൂടി ഉള്ളൂ. ഐ തിങ്ക് ഇത് ബോട്ടം ക്രിയേറ്റ് ഉള്ള ഒരു പരിപാടിയാണ്. ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓൾമോസ്റ്റ് നല്ല ഒരു മൂവ് തരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ ഇപ്പോൾ പിക്ചർ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഷെയർ ചെയ്യും. വേഗം നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാക്കി റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ബാങ്ക് നിഫ്റ്റി ഞാൻ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ബാങ്ക് നിഫ്റ്റി കണ്ടോ എക്സാക്ട് പ്രോപ്പർലി 47,920. അത് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഈ ഒരു ലെഗിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു 81.20% ഇവിടെ വരുന്നു. എവിടെ നമ്മുടെ BNF ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. BNFൻ്റെ ലെവൽ 81.20% സ്മോൾ ടൈം ഫ്രെയിമിൽ കണ്ടോ പെർഫെക്റ്റാണ്. കണ്ടോ ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണണം. 47,920 ആണ് പറഞ്ഞത്. എക്സാക്ട് ഡൗൺ ഒന്നും എന്നെ അവിടെ നിന്ന് അതെന്ന് വെച്ചാൽ ബുള്ളിഷ് സൈനാണ്. പ്രൈസ് അവർ എടുക്കാൻ റെഡിയാണ്. ആ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിന്ന് അവർ എടുക്കാൻ റെഡിയാണ്. കാരണം ബുൾസ് 81.20 മാക്സിമം അവിടെ വരെ കൊണ്ടുവരുള്ളൂ. അവിടെ നിന്ന് വരെ പൊക്കണം, അല്ലെങ്കിൽ അവരുടെ SL ഹിറ്റ് ആകും. ഡേലോടെ ആ SL ഹിറ്റ് ആകും. അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. റൈറ്റ്. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് എന്താ ഫർദർ നമുക്ക് കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാലാണ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഈ വരുന്ന മുകളിൽ നിന്ന് ബാക്ക് അതിന് ഫർദർ മാത്രം നമുക്ക് അപ്സൈഡ് നല്ല ഒരു അപ്സൈഡ് മൂവ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നിയർ റെസിസ്റ്റൻസ് ഇതാണ് വരുന്നത്. ഓക്കെ. സപ്പോർട്ട് ഇത് തന്നെയായി. ഇത് ബ്രേക്ക് ആയ പിന്നെ ഇനി ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇനി നോക്കാനാണെങ്കിൽ ഇത് 1 2 3 4 and 5. സോ സ്മോൾ ടൈമിൽ സ്ട്രക്ചറൊക്കെ എല്ലാം കൊളാക്കി വെച്ചേക്കാനാണ്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലല്ലോ. അത് നോക്ക്, ഇത് ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ ഇടാം. ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഫർദർ ഫോൾ കിട്ടും. ഓക്കെ. ഈ ഒരു ട്രെൻഡ് ലൈൻ 1 to 2 ഡേ ട്രെൻഡ് ലൈൻ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ഇവിടെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഐ തിങ്ക് ഇത് ഇവർ ഇങ്ങനെയാണ് ഒരു ക്രിയേറ്റ് ചെയ്യുന്നത്. ചില ടൈപ്പാണ് ഇത്. ഓക്കെ. സോ മേ ബി നാളെ ഗ്യാപ് ഡൗൺ എന്തെങ്കിലും ആണെങ്കിൽ പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇതിന് വീണ്ടും അപ്പ് സൈഡ് ഉണ്ടാകും. ഓർ പിന്നെ ഇത് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ പിന്നെ വീക്ക്നെസ് വീണ്ടും തുടങ്ങും. ഓക്കെ. ടൈപ്പ് ഓഫ് ഒരു ചാനലാണ് ഇത് ഉള്ളത്. കൗണ്ടിങ്ങിനോട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. 1 2 3 ഇതിന് മുകളിൽ വെച്ചിരിക്കുന്നത്. 4ൻ്റെ ഫോൾ വരണം, ദെൻ 5th വീണ്ടും അങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ 4ൻ്റെ ഫോൾ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരു റൈസ് വെക്കാൻ നോക്കും. ഓക്കെ. വേറെ ഇതിനകത്തൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ സെൻസെക്സ് അനാലിസിസ് പോകാം. സെൻസെക്സ് മൊത്തം ഗ്യാപ് ഡൗൺ എന്തെങ്കിലും വീടും ഫുൾ സൈഡ് വേസ് ആണ് ആക്കി വെച്ചേക്കുന്നത്. ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആയിരിക്കും. അപ്സൈഡ് റെസിസ്റ്റൻസ് 15 minutes ടൈം ഫ്രെയിം തന്നെ നോക്കാം. ഭയങ്കര ഇതാക്കി വെച്ചേക്കാനാണ് മാർക്കറ്റ് സൈഡ് വേസ്. ബാക്കി ഇൻഡെക്സ് ആകെ അലമ്പാണ് ശരിക്കും മാർക്കറ്റിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പണി എന്താണെന്ന് അറിയാമോ? നമുക്ക് ഓപ്ഷൻ വൈസ് ഒന്നും കൊടുക്കണ്ട. സെലർസിലും പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. ബട്ട് യെസ് സെലർസിൽ എന്തെങ്കിലും കിട്ടും. ഓപ്ഷൻ വായത്തിന് ഭയങ്കര സ്കാൽപ്പിംഗ് മാത്രമേ ഉള്ളൂ. എന്താ കിട്ടുന്നത് അത് മേടിച്ചിട്ടിരിക്കും. 5-10 പോയിന്റ് എന്ത് കിട്ടുന്നത് അത് മേടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ടാർഗറ്റ് നമുക്ക് നിഫ്റ്റി ഇവിടെ നിന്ന് വന്നാൽ അവിടെ നിന്ന് ബൈ ചെയ്യുക അവിടെ വരെ പോകും. അതൊന്നും പറയാനുള്ള ആർക്കും ഒരു വോയിസ് ഇല്ല ഈ സമയത്ത്. അങ്ങനത്തെ ഒരു മാർക്കറ്റായി ഇപ്പോൾ കിടക്കുന്നത്. അത്രയ്ക്ക് മോശം മാർക്കറ്റാണ് പറയാനുള്ളത്. സോ ഓപ്ഷൻ ബയർ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്ഷൻ ബൈങ് ചെയ്യാനുള്ളത്. ഓക്കെ. സ്കാൽപ്പ് ചെയ്യുക, 5-10 പോയിന്റ് കിട്ടിയാൽ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങുക. അതാണ് മെയിൻ പറയാനുള്ളത്. അല്ലെങ്കിൽ പ്രോപ്പർ ട്രേഡ് ഇത് വെച്ചിട്ട് ഇത് ടാർഗറ്റ് ചെയ്ത് SL അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ SL തീർച്ചയായിട്ടും അടിക്കും. അതാണ് ഇപ്പോൾ വേറെ ഇതിനകത്തൊന്ന് പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ
യെസ്, മിഡ് ക്യാപ്പ് അപ്കമിങ് ടൈമിങ്ങിൽ ഐ തിങ്ക് ബ്രേക്ക് ഔട്ട് തരേണ്ടതാണ്. ഈ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ലെവലിൽ തന്നെ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്കമിങ് ടൈമിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഐ തിങ്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ മിഡ് ക്യാപ്പിൻ്റെ. മിഡ് ക്യാപ്പ് സെലക്ട് ഫർദർ ഫോൾ ഈ ലോ ബ്രേക്ക് ആയാലാണ് അതിൻ്റെ ബില്ലോ. ഫർദർ ഫോൾ കൗണ്ട് വരാനുള്ളത് ഇതിനകത്ത് ഒന്നും കാണുന്നില്ല. 1 2 3 3ലേക്ക് എൻറ്റേർഡ് ആയിട്ടില്ല എന്ന് പറയാം. 2ൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് ഇത് 1 ആണെങ്കിൽ അതിൻ്റെ 2 ഫോൾ വന്നു, 1ൻ്റെ അബവ് പോയാലാണ് 3ലേക്ക് എൻറ്റേർഡ് ആകുമെന്ന് നമുക്ക് പറയാം. മനസ്സിലായി? എപ്പോഴും ശ്രദ്ധിക്കാനുള്ളതാണ്. 1ൻ്റെ ഹൈ ബ്രേക്ക് ആയാൽ, നമ്മളിപ്പോൾ കൗണ്ടിങ് ഇത് 1 ആണ്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആയാൽ ഇത് 1 ആണ്, സെക്കൻഡ് ഫോൾ വന്നു, 3 ഇതിൻ്റെ അബവാണല്ലോ പോകേണ്ടത്. 1ൻ്റെ അബവ് പ്രൈസ് ഇച്ചിരി കൂടി പോയി വന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 3rd ആയി. ഓക്കെ, അങ്ങനെയാണ് അത്. 3ലേക്ക് എൻറ്റേർഡ് ആയി. ഇപ്പോൾ സെക്കൻഡ് തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ 10,900 അബവ്. സോ ഒരു അപ്സൈഡ് നമുക്ക് ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. 10,985. ഓക്കെ, അവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. വീക്ക്നെസ് ഇതിൻ്റെ ബിലോ തന്നെ ആയിരിക്കുള്ളൂ. ട്രെൻഡ് ലൈൻ നോക്കാനാണെങ്കിൽ പ്രോപ്പർലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല, ഇതൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. സോ 0 to ട്രെൻഡ് ലൈൻ 2-3 ടൈപ്സ് ഉള്ള ട്രെൻഡ് ലൈനാണ്. അപ്കമിങ് ടൈമിൽ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. 0 to ബോട്ടം വേറെയാണ്, ബോട്ടം ടു 2-4 ലൈൻ വേറെയാണ്, 2-4 മാത്രമായിട്ട് അത് വേറെയാണ്. അതൊക്കെ ഞാൻ അപ്കമിങ് ടൈമിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇട്ടാൽ മതി. സോ എനിക്ക് താഴേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് വരേണ്ടതാണ്. സോ മോസ്റ്റ്ലി എല്ലാ ഇൻഡെക്സിൽ കാണുന്നത് വെച്ചാൽ ഫസ്റ്റ് താഴേക്ക് വരണം, വന്നിട്ട് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. സപ്പോർട്ട് എടുത്ത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഇല്ലാത്തതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വീക്ക്നെസ് ആയിരിക്കും. ഓക്കെ, സോ പ്രത്യേകിച്ചൊന്നുമില്ല. ഹോൾഡ് ചെയ്യുക കുറച്ച് ദിവസം. നിങ്ങൾ എല്ലാവരും കൂടി ഒരു വെപ്രാളം കാണിക്കരുത് ആരും. ഒന്ന് ട്രാക്ക് ചെയ്യുക മാർക്കറ്റ്. പ്രത്യേകിച്ച് പറയാനുള്ളതിന് മാർക്കറ്റിന് ട്രാക്ക് ചെയ്ത് പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്കമിങ് ടൈമിൽ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ 5-10 ട്രേഡ് വരെ ഈസിലി നമുക്ക് കിട്ടും. ഡയറക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, സോ ശ്രദ്ധിക്കുക, അത് ഒത്തിരി റിസ്ക് എടുക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.